ഡെൻ ടീം ഒരു പുലിമട ഗ്യാങ് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോ. പക്ഷെ എനിക്ക് പേഴ്സണലി ഇവർ ഒന്നിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതോ ഒന്നും ഒരു ഓട്ട് ഫീലിംഗ് അടിക്കാറില്ല ഇത് ലൈവിൽ കാണുമ്പോൾ. എനിക്ക് പേഴ്സണലി ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവരുടെ ചർച്ചകളാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ പിന്നെ ഇവര് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ലൈവില്. സിജോയാണ് മെയിൻ ചർച്ചാ വിഷയം. റോക്കിക്ക് പ്രേക്ഷക പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പോസിറ്റീവ് റെസ്പോൺസ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് സിജോയ്ക്ക് കുരുപൊട്ടി തുടങ്ങിയത് എന്നാണ് അൻസിബയുടെ കണ്ടുപിടുത്തം. ചട്ടിയെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് അൻസിബ പറയുന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി അവസാനം അൻസിബയിലേക്ക് തന്നെ എത്തിയതിന്റെ ഐറണിയാണ് എന്നായിരിക്കാം അൻസിബ ഉദ്ദേശിച്ചത്. പിന്നെ ഋഷി പറയുന്നുണ്ട് എല്ലാത്തിനെയും വിളിച്ചു വരുത്തി നല്ല നാളെണ്ണം പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ ചെയ്താൽ പുറകിൽ നിന്ന് കുത്ത് കിട്ടും എന്ന. പിന്നെ ഋഷി അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് ചോദിച്ചു, എല്ലാരെയും വിളിച്ചു വരുത്തി എന്തിനാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പറഞ്ഞത് എന്നുള്ളത്. അതിന് രണ്ടുപേരും പ്രോപ്പറായിട്ട് ഉള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് മുടിയൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നതിൽ എനിക്കും വ്യക്തത ഉണ്ടായില്ല. ഗെയിം ആക്റ്റീവ് ആയാൽ തിരിച്ചടി കിട്ടും എന്നാണോ പുള്ളി ഉദ്ദേശിച്ചത്. പിന്നെ അർജുൻ ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട്, ഇവരുടെ രണ്ടുപേരുടെ ഈ ഒരു ചർച്ചയും സംസാരവും എല്ലാം. പിന്നെ സിജോ ഒരു പഠിച്ച മാനിപ്പുലേറ്റർ ആണ്, ഓരോരുത്തരെ ആയി വെട്ടി വീഴ്ത്തി കളിക്കുന്ന ആളാണ് എന്നൊക്കെ അൻസിബ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത്. സിജോ വിരുദ്ധമായ ഒരു ഗെയിം ഇപ്പൊ പലരും അവിടെ കളിച്ച് വന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു പുലിമട ഗ്യാങ് ആണ്, റോക്കിയുടെ കൂട്ടാളികൾ. അത് ചിലപ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ പുനിതമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. വരും ദിവസങ്ങളിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. 3rd വീക്കേ ആയിട്ടുള്ളൂ. മറ്റൊരു അപ്ഡേറ്റും വേണ്ടി വീണ്ടും